ഗൈസ് ഞാൻ ബ്രെഡും മുട്ടയും ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, എല്ലാവരും കമ്പ്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കേക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രെഡിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് വേണ്ട, അതിൽ നമുക്ക് മിക്സി വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 മുട്ട അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വെറുതെ വന്ന് ഉണ്ടാക്കി നോക്കാം. എനിക്ക് ഞാൻ ലേശം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ലേശം ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം ബേക്കിംഗ് സോഡ കൊടുക്കുന്നുണ്ട്. കുറച്ച് പിഞ്ച് ബേക്കിംഗ് സോഡ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ലേശം റവ, വറക്കാത്ത റവയാണ്. ഒരു ഡവറൊന്നുമില്ല, ഒരു അര ഡവറ റവയാണ് എടുത്തിട്ട് അതിങ്ങനെ കൊട്ടി കൊടുക്കാൻ, പൊടിക്കണമൊന്നുമില്ല, അങ്ങനെ കൊട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എനിക്കിതാ മധുരത്തിന് വേണ്ട മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഷുഗറുള്ള ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുള്ളൂ. വല്ലാതെ മധുരം ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇതേപോലെ 3 സ്പൂണ് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ മധുരം, 1 2 അപ്പോൾ ഇതിൽ 3 സ്പൂൺ ഇട്ടതാണ്. അതിനകത്ത് കൊട്ടി കൊടുക്കുകയാണ്. നമ്മൾ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം എണ്ണ, കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ലേശം കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അളവ് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ കുപ്പിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ലേശം ഈസ്റ്റ് നമുക്ക് പൊങ്ങി വരാനായിട്ട് ലേശം ഈസ്റ്റ്, ഒരു സ്വല്പം ഈസ്റ്റ്, കുറച്ച് ഈസ്റ്റ്, അത് നല്ല വിരമിൻ്റെ ഈസ്റ്റാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ ഈസ്റ്റിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട്. ലേശം പാൽപ്പൊടി 1.5 സ്പൂൺ പാൽപ്പൊടി കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ പാൽപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ കൂട്ടി നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വേണമല്ല നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും പൊടി മധുരം പൊടിക്കാൻ തക്കത്തിൽ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം. ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്താലാണ് നമ്മുടെ കേക്ക് അടിപൊളി കേക്കായി വരുള്ളൂ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ വേണം. നമ്മൾ കേക്ക് ഏകദേശം ആ മുട്ടയിൽ കിടന്നിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലേശം പാല് പറഞ്ഞിട്ടുണ്ട്. പാല് പറഞ്ഞിട്ടുണ്ട്. മിക്സിൻ്റെ തോന്നും നല്ലോണം ഇളക്കി. കട്ടയൊന്നും പാടില്ല. കട്ടയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരണം. നല്ലോണം ഉടഞ്ഞ് വരണം. ബീറ്റ് ചെയ്യണമൊന്നും കേട്ടില്ല. അതില്ലാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. റവയും മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പാലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ്. നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നല്ലോണം അടിച്ച് ഫൈനാക്കി അടിച്ചെടുക്കണം. അപ്പോൾ എന്നാലേ നമ്മൾ കേക്ക് രസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ചുകൂടി പാല് കൂടാൻ പാടില്ല. നമ്മൾ അത്ര നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. മിക്സിയിൽ മൂടി വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബാറ്റർ ശരിയായി, നല്ലോണം ഫൈനായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരു ടൈൽ പേപ്പർ വെച്ചിട്ടുണ്ട്, അത് നമ്മളിതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് പാർന്ന് കൊടുക്കുകയാണ്. ഇതാ നമ്മൾ ബാറ്റർ ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.
നമ്മൾ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വരണം. ചൂടായിട്ടാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. ഞാൻ കൈക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നന്നായി ആവി കയറി വയറ്റിൽ നടക്കും. അതിൻ്റെ മുമ്പ് തന്നെ ഏകദേശം നമ്മൾ കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി വന്നപ്പോൾ ഞാൻ 4 പുറം രസം മുന്തിരി ഉണക്കമുന്തിരി കൊടുക്കുകയാണ്. അമർത്തി സെറ്റാക്കി കൊടുക്കണം. പിന്നെ വന്നിട്ടുണ്ട് നമ്മൾ പൊട്ടി കൊടുക്കട്ടെ. ഞാൻ പൊട്ടി കൊടുത്തിട്ടുണ്ട്. കൈയൊന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ബ്രെഡ് മുട്ട കേക്ക് ലെവലായിട്ടുണ്ട്. എല്ലാ ഒട്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ എടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ റവ മുട്ട ബ്രെഡ് കേക്ക് ലെവലായി. അടിപൊളി കേക്കാണ്. അടിപൊളി കേക്ക്. അപ്പം ഈ കേക്കൊന്ന് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നല്ല കേക്ക്, നല്ല ക്രിസ്പി കേക്ക്. ഇതാണ് നമ്മളെ ബ്രെഡ് റവ മുട്ട കേക്ക്. അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ തരണം. നല്ല രസമുള്ളൊരു കേക്കാണ്.